ഹായ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് ലൈഫിൽ ഓവർ തിങ്ക് ചെയ്യുക എന്നുള്ളത്. ഞാൻ കുറച്ചു കാലം ജോലിക്ക് വേണ്ടി ഇങ്ങനെ നോക്കി നടന്നിരുന്ന സമയത്ത് ഇവിടെ വന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അപ്ലൈ ചെയ്ത് ഒരു മന്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു സാച്ചുറേഷൻ ലെവലെത്തും. അത് നമ്മൾ മാക്സിമം അപ്ലൈ ചെയ്തു, പക്ഷേ നമുക്ക് ഇൻ്റർവ്യൂ കോൾസ് കുറവാണ് വരുന്നത്. നമ്മുടെ CV നമ്മൾ പിന്നെയും റീഡു ചെയ്യുന്നു, അയക്കുന്നു, നമുക്ക് എന്നിട്ടും കോള് വരുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ അങ്ങ് കൈവിട്ടു പോകും. നമ്മൾ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. അവസാനം ഈ ഓവർ തിങ്കിങ് കലാശിക്കുന്നത് വഴക്കുകളിലായിരിക്കും. നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ളവരുമായിട്ട് വഴക്കാവും. നെഗറ്റീവ് സൈക്കിളിലേക്ക് കാര്യങ്ങൾ പോയി തുടങ്ങും. ആ സമയത്ത് ഞാൻ ഈ ഓവർ തിങ്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ചെയ്തിരുന്നൊരു തെറ്റ്, ഞാൻ ഫോണ് സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും, റീൽസ്. അപ്പോൾ അത് പിന്നെ എനിക്ക് ആങ്സൈറ്റി കൂട്ടും. ഞാൻ പെട്ടെന്നൊരു റീല് കണ്ടു. അപ്പോൾ അതിൽ അവർ പറഞ്ഞ ടിപ്പ് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ അതിൽ അവർ പറയുന്നു, നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് പോകരുത്. ബിക്കോസ് ആക്ഷൻ്റെ മേൽ നമുക്ക് കൺട്രോളുണ്ട്, പക്ഷേ റിസൾട്ടിൻ്റെ മേൽ നമുക്ക് ആർക്കും കൺട്രോളില്ല. അപ്പോൾ സത്യമല്ലേ, നമുക്ക് ആക്ഷൻ എടുക്കാം. ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം, പക്ഷേ അതിൻ്റെ റിസൾട്ടിൻ്റെ മേൽ നമുക്ക് കൺട്രോളില്ല. ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഈ ഒരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഈ തോട്ടിനെ സ്റ്റോയിസിസം എന്ന് പറയും. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ താല്പര്യമുള്ള ആരെങ്കിലും വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എല്ലാ ദിവസവും രാവിലെ എണ്ണീറ്റ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ എഴുതുക. അതായത് നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ ഭക്ഷണമുണ്ട്, എല്ലാ ദിവസവും നമുക്ക് ഉറങ്ങാനായിട്ടൊരു വീടുണ്ട്, നമുക്ക് സ്വന്തമാണെങ്കിലും വാടക വീടാണെങ്കിലും നമുക്ക് ഉറങ്ങാനായിട്ടൊരു വീടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വസ്ത്രങ്ങളുണ്ട്, അതുപോലെ നമുക്ക് ഫ്രണ്ട്സുണ്ട്. ഇതെല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളും നമുക്ക് എഴുതാം. നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ആങ്സൈറ്റിയിലേക്ക് ചാടുന്നതിന് മുമ്പ് നമുക്കിത് ചിന്തിക്കാം. നമ്മൾ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ബോധറാവേണ്ട കാര്യമില്ല. ഓവർ തിങ്കിങ്ങിനെ നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാം. പെട്ടെന്ന് എനിക്കൊരു തോട്ട് വന്നു, ഒരു വീഡിയോ ചുമ്മാ ചെയ്യാം, അങ്ങനെ വന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.